Every word we speak, every detail we capture, every car we render has one purpose. We want to release your emotions. Meet our auto guru, Mr. Vinu. In a different car, in a different style, but both share the same passion. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ട്യൂൺഡ് വെഹിക്കിൾ വോക്സ്വാഗൻ്റെ പോളോ ആണ്. പോളോയിൽ പല വേരിയൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് വേർഷൻ ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇപ്പോൾ ഒരു 1.5 ഉണ്ടായിരുന്നു, ഇറങ്ങിയിട്ടുണ്ട്. 1.5 പെട്രോൾ 1.6 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് വേരിയൻസ് പോളോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നത്തെ വണ്ടി പോളോ TSI ആണ്. പോളോ TSI എന്ന് പറയുമ്പോൾ GT വേർഷനാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിളാണ് ഈ പോളോ TSI എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ വണ്ടിയുടെ സൈസ് ഒരു മേജർ ഫാക്ടറാണ്. അതിലുപരി അത് ഓട്ടോമാറ്റിക്കാണ്. വണ്ടി സിറ്റിയിൽ ഓടിക്കാനും കാര്യങ്ങളും വളരെ കംഫർട്ടബിൾ എന്ന രീതിയിലാണ് അതിൻ്റെ മാനുവബിലിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഈ പോളോ TSI. ആ പോളോ TSIയിൽ ഇപ്പോൾ നമ്മളൊരു പെർഫോമൻസ് സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ പെർഫോമൻസിന് ഒരുപാട് അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടിയാണ് ഇത്. അതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഈ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് ഇവരതിന് നമ്മളതിനകത്ത് റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടയേഴ്സ് അപ്സൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് സസ്പെൻഷൻ സൈഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സസ്പെൻഷൻ പറഞ്ഞത് ബിൽസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സസ്പെൻഷൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബിൽസ്റ്റീൻ്റെ സസ്പെൻഷനിൽ B6 എന്ന് പറഞ്ഞ വേർഷൻ. B6 എന്ന് പറഞ്ഞ വേർഷൻ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സൈസിലോ വണ്ടിയുടെ ഹൈറ്റിലോ ഒരു വ്യത്യാസവും വരുന്നില്ല. വണ്ടിയുടെ സ്റ്റോക്ക് ഹൈറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും മെയിൻറ്റെയിൻഡ് ആകും. ആ മെയിൻ്റനൻസിനൊപ്പം ഇത് റീറ്റെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാൻ പാഷനായിട്ടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു അനുഗ്രഹം എന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ഒരു വൈൻഡി റോഡ്സ്, ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ ബിൽസ്റ്റീൻ ഭയങ്കര ഒരു ക്ലാസ് ഫീലിംഗ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ബിൽസ്റ്റീൻ്റെ ആ ഒരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് റീമാപ്പ് ചെയ്തിരിക്കുന്നത് ഈ 105 bhp വണ്ടിയിൽ നിന്ന് ഒരു 130 bhp ആയിട്ടാണ് ഇതിൻ്റെ റീമാപ്പ് വന്നിരിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് വെഹിക്കിൾ പ്രത്യേകിച്ച് നമ്മുടെ വോക്സ്വാഗൻ്റെയൊക്കെ വണ്ടികളുടെ ഓട്ടോമാറ്റിക് ഓടിച്ചുള്ളവർക്ക് അറിയാം, ഭയങ്കര ഒരു മറ്റുള്ള പല ഓട്ടോമാറ്റിക്കിൽ നിന്ന് ഒരുപാട് ബെറ്റർ ഒരു ഫീലിംഗ് ആയിരിക്കും ഈ വണ്ടികൾ ഓടിക്കുമ്പോൾ. റീമാപ്പും കൂടെ ചെയ്ത് ഇതിനകത്ത് ടോർക്കിൻ്റെ ഒരു 50 Nm എൻഹാൻസ്മെൻറ്റും കൂടെ വന്നതിന് ശേഷം ഇത് സിറ്റിയിലും ലോങ് ഡ്രൈവ്സും ഒരേപോലെ എൻജോയബിൾ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരും. പലപ്പോഴും റീമാപ്പിൽ സംഭവിക്കുന്ന പോലെ തന്നെ ക്വിക്കർ അപ്പ് ഷിഫ്റ്റ്സ് നടക്കും, ഡൗൺ ഷിഫ്റ്റ് കുറയും. അത് ഓട്ടോമാറ്റിക്കൽ ആണെങ്കിൽ കൂടിയിട്ട് ആ ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് അവൻ ഓട്ടോമാറ്റിക്കലി ആ ഷിഫ്റ്റിങ്ങിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരും. നമ്മൾ പെട്ടെന്ന് ഒരു കാല് കൊടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് വരും. ഭയങ്കര റെസ്പോൺസീവായിട്ട് വണ്ടി മാറുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ് ഈ പറഞ്ഞ പോലെ ബിൽസ്റ്റീൻ വയ്ക്കുന്നതുകൊണ്ട് ഹാൻഡ്ലിംഗ് ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആകും. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേറൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇവർ സ്പേസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പലപ്പോഴും സ്പേസർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ റീസൺ എസ്തെറ്റിക്സ് ആണ് പ്രൈമറി കൺസേൺ എങ്കിലും വണ്ടി കാണാനുള്ള ഭംഗി ഭയങ്കരമായിട്ട് കൂടും. പലപ്പോഴും നമ്മുടെ വീൽ ആർച്ചിൽ നിന്ന് കുറച്ച് അകത്തോട്ടായിരിക്കും വീലുകൾ മൊത്തം നിൽക്കുന്നത്. അത് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ബോഡി ലൈനിലോട്ട് വീൽ ആർച്ചിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ വണ്ടികൾ കാണാനുള്ള അപ്പിയറൻസ് ഭയങ്കര രസമായിരിക്കും. അതോടൊപ്പം തന്നെ ഹാൻഡ്ലിങ്ങിലും ചെറിയ എൻഹാൻസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ വണ്ടിയിൽ ഒരു സ്പേസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. HNR എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ സ്പേസേഴ്സാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇതിനകത്ത് നമ്മൾ ടയേഴ്സ് OE തന്നെയാണ് അലോയ്സ് കിടക്കുന്നത്, പക്ഷേ ഒരു കസ്റ്റം പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ വണ്ടി കാണുമ്പോൾ ഒരു ഭയങ്കര അഴകുണ്ട്. അത് മേജർ 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ കസ്റ്റം പെയിൻറ്റ് ജോബ് നന്നായിട്ടുണ്ട്. പിന്നെ ഈ ബോഡി ആർച്ചിലോട് ചേർന്ന് നിൽക്കുന്ന വീൽസ് വരാൻ നേരത്ത് അത് നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്.
പിന്നെ ഹാൻഡ്ലിങ്ങും ക്യാരക്ടറിസ്റ്റിക്സ് പറയണ്ട, നമ്മൾ അത്രയും നല്ല രീതിയിൽ എൻഹാൻസ് വരുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ റീമാപ്പ് ആണെങ്കിൽ കൂടിയിട്ട് ഭയങ്കര നല്ല രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റ് റീമാപ്പിലും കിട്ടുന്നുണ്ട്. സാധാരണ ഇതിൽ ചെയ്യുന്ന മറ്റ് അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ്, ഇതിനകത്ത് എക്സോസ്റ്റ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റും. എക്സോസ്റ്റ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് വെക്കാം. അപ്പോൾ അതുകൊണ്ട് പെർഫോമൻസിൽ ഒന്നും കൂടെ അത് അപ്ഗ്രേഡഡ് ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഇൻടേക്ക് മാറ്റാം. ഈ ഫോർജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോർജ് എന്ന് പറഞ്ഞ ഇൻടേക്ക് സിസ്റ്റം അവൈലബിൾ ആണ്. പ്ലസ് ഒരു ഡൈവേർട്ടർ വാൽവ്, ഇതൊരു ടർബോ സിസ്റ്റം ആയ കാർ ആയതുകൊണ്ട് ഡൈവേർട്ടർ വാൽവും കൂടെ നമുക്ക് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള ഡൈവേർട്ടർ വാൽവ് മാറ്റിയിട്ട് ഒരു അപ്ഗ്രേഡഡ് ഡൈവേർട്ടർ വാൽവ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതും ഫോർജിന് തന്നെ. അപ്പോൾ നോർമലി ഒരു പോളോ TSIയിലുള്ള നോർമലി വരുന്ന അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് റീമാപ്പ്, സസ്പെൻഷൻ അപ്ഗ്രേഡ്, ബ്രേക്ക് അപ്ഗ്രേഡും വരുന്നുണ്ട്. ഇതിനകത്ത് ചെയ്തിട്ടില്ല. ബ്രേക്ക് അപ്ഗ്രേഡ് നമുക്ക് നോർമലി പോസിബിൾ ആണ്. ടെറോക്സോ എന്ന കമ്പനിയുടെ ബ്രേക്ക് അപ്ഗ്രേഡ്സ് വരുന്നുണ്ട്. ഇൻടേക്ക്, എക്സോസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ വേറൊരു സേഫ്റ്റി ഗാഡ്ജറ്റ് എന്ന രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മുത്ത് മിറർ സിസ്റ്റം എന്ന് പറഞ്ഞ മുത്ത് മിറർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയർ വ്യൂ മിററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ മിറർ കാണാൻ പറ്റും. ആ അഡീഷണൽ മിററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നമ്മൾ ആ മിററിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട്സ് നമുക്ക് കവേർഡ് ആയി കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിലും ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ വരുന്ന വണ്ടിയും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മിററിൽ കൂടെ കാണാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിലുപരി ആ മിററിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ സിസ്റ്റം കൂടെയുണ്ട്. ഇപ്പോൾ നമ്മൾ മിററിൽ ഭയങ്കര ബ്രൈറ്റ്ലി ലിറ്റ് ഒരു കളറാണ്. ഇപ്പോൾ റെഡും ആംബറും 2 കളേഴ്സാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഭയങ്കര ബ്രൈറ്റ്ലി ലിറ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ മിററിലും കൂടെ ആ ഇൻഡിക്കേഷൻ പോസിബിളായിട്ട് വരും. അല്ല ഇൻഡിക്കേഷന് പകരം നമ്മൾ ഇൻഡിക്കേറ്ററിന് പകരം അതിനകത്ത് ബ്രേക്കിൻ്റെ കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ബ്രേക്ക് ഔട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ലിറ്റായി വരും. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന ഒരാൾക്കും പെട്ടെന്ന് ഇത് മിസ് ചെയ്ത് പോകില്ല. അങ്ങനെ വളരെ സേഫ്റ്റി എന്ന രീതിയിലും ഇത് വളരെ പ്രത്യേകതയുള്ളൊരു സിസ്റ്റമാണ്. മുത്ത് മിറർ എന്ന് പറഞ്ഞ US ബ്രാൻഡാണ്, US വരുന്നൊരു പ്രൊഡക്റ്റാണ്. നമ്മളിതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് HNR എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പേസേഴ്സ്. അപ്പോൾ സ്പേസർ ഫിക്സ് ചെയ്യുന്നത് ഒരു മെറ്റാലിക് ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒരു അലുമിനിയം ബ്ലോക്ക്, അത് ഫിക്സ് ചെയ്യുന്നത് നമ്മളുടെ ഹബ്ബിലേക്കാണ്. അപ്പോൾ ഹബ്ബിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ വീല് ടൈറ്റ് ചെയ്യുന്നത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന സ്പേസറിലേക്കായിരിക്കും. അപ്പോൾ ഇത്രയും തള്ളിയിരിക്കുന്ന വീല് കുറച്ചും കൂടി ഈ ലെവലിലേക്ക് ഒരു സ്പേസർ ഇട്ട് കഴിഞ്ഞാൽ ഈ ലെവലിൽ വീല് വന്ന് നമുക്ക് ബോൾട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോഡി ആർച്ചിന് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില വണ്ടികളുടെ നേരത്തെ പറഞ്ഞ പോലെ വീൽ ആർച്ചിന് അകത്തോട്ട് ഇരിക്കുന്ന സാധനം കുറച്ചും കൂടെ വീൽ ആർച്ചിനോട് അലൈൻ ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ കാണാനുള്ള എസ്തെറ്റിക്സ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതോടൊപ്പം തന്നെ ഹാൻഡ്ലിങ്ങും കൂടും. സ്പേസർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ HNR എന്ന് പറഞ്ഞ കമ്പനിയുടെ ജർമ്മൻ ബ്രാൻഡ് കമ്പനിയുടെ സ്പേസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.